എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാൻ തായ്ലൻഡിലേക്ക് പോയ ആ ഒരു ട്രിപ്പിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. വാക്കിംഗ് സ്ട്രീറ്റ്, തായ്ലൻഡിലെ പട്ടായ എന്ന് പറയുന്ന സ്ഥലത്തെ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ക്യാപ്ഷനിൽ എഴുതിയിട്ടുണ്ടായിരുന്നു പട്ടായ രാത്രിയിൽ എങ്ങനെയാണോ എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഈ ഒരു ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ പട്ടായ രാത്രിയിൽ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പട്ടായ വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നടക്കാനുള്ള ഒരു സ്ഥലമാണ്. കാരണം അവിടെ വണ്ടികളും കാര്യങ്ങളും ഉണ്ടാവില്ല. കാരണം മോർണിംഗ് എല്ലാ സമയവും വണ്ടികളുണ്ടാവും. രാത്രി ഒരു 7 മണിക്ക് ശേഷം ഇവിടേക്ക് വണ്ടികൾ കടത്തി വിടില്ല. പിന്നീട് അങ്ങോട്ട് നടക്കാനുള്ള കാര്യങ്ങളും അങ്ങനെ നടക്കാനുള്ളൊരു സ്പേസ് മാത്രമായിട്ട് ഈ ഒരു സ്ട്രീറ്റ് മാറും. അതുകൊണ്ടാണ് അതിന് വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഇത് പുലർച്ചെ 2 മണി 4 മണി വരെ ഇതൊരു ഓപ്പൺ ആയിരിക്കും. ഇവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളും കടകളും ബാറ് പബ്ബ് ഇതൊക്കെ പുലർച്ചെ 2 മണി 4 മണി വരെ ഇതൊക്കെ ഓപ്പൺ ആയിരിക്കും, ഏകദേശം ആ ഒരു സമയം വരെ. എന്നാൽ രാത്രിയിൽ ഒരു 7 മണി ആകുമ്പോഴാണ് ഇതൊക്കെ ആക്റ്റീവായിട്ട് തുടങ്ങുള്ളൂ. ഒരു 6 മണിയോട് കൂടി ഇതൊക്കെ തുടങ്ങും. നമുക്കിപ്പോൾ വീഡിയോസ് കാണുമ്പോൾ തന്നെ കാണാം, നല്ല പബ്ബുകളും ബാറും കാര്യങ്ങളൊക്കെ നമ്മുടെ 2 സൈഡിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ നമ്മളെ അട്രാക്റ്റ് ചെയ്യണ പ്ലക്കാർഡുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഒപ്പം തന്നെ നടക്കുന്നുണ്ടാവും. കാരണം അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാനും അത് പോയി കാണാനും ആവശ്യമുണ്ടെങ്കിൽ അത് എടുക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ നമ്മളെ പിന്നാലെ തന്നെ നടക്കുന്നുണ്ടാവും. ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു, റഷ്യയിലെ പെൺകുട്ടികളെ കാണണോ വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫ്രീ ആണ്, കയറിയാൽ മാത്രം മതി, പോയി കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ രീതിയിലൊക്കെ ഒരുപാട് ആളുകൾ നമ്മളെ സമീപിക്കും. അങ്ങനെയൊക്കെ ഈ പറയുന്ന വാക്കിംഗ് സ്ട്രീറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ ഒരു ഉള്ളിൽ എത്രത്തോളം ടീമുണ്ടോ അതിൻ്റെ പോലെ തന്നെ ഈ സ്ട്രീറ്റിൻ്റെ പുറം ഭാഗത്തും നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ നമുക്കിവിടെ അങ്ങനെ ഈ ഒരു ഫോറിനേഴ്സിൻ്റെ അടുത്തേക്കാണ് ഇവിടുന്ന് കൂടുതൽ വരുന്നത്. നമ്മൾ ഇന്ത്യക്കാരും തായ്ലൻഡുകാരെ സംബന്ധിച്ച് ഫോറിനേഴ്സ് തന്നെയാണ്. പക്ഷേ അവർ കൂടുതലും അങ്ങോട്ട് പോയി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ നിൽക്കുന്നത് ഇത്തിരി നമ്മൾ വെള്ളക്കാരെന്നൊക്കെ പറഞ്ഞ പോലത്തെ അങ്ങനെയുള്ള ഫോറിനേഴ്സിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. കാരണം ഇവർക്ക് ഇന്ത്യക്കാരെ പറ്റിയിട്ട് ഒരു ചെറിയ ധാരണയുണ്ട്. അതുകൊണ്ട് അവർ 200 പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 100 ആക്കും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വില പേശലും കാര്യങ്ങളൊക്കെ കൂടുതലായതുകൊണ്ട് ഇന്ത്യക്കാരുടെ അടുത്തേക്കുള്ള ഇത് കുറവാണ് പൊതുവെ. എന്നാൽ വരുന്നവരുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ പോകുമ്പോഴൊക്കെ തന്നെ കാണാം, നമ്മൾ 2 സൈഡിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ അതുമാതിരിയൊക്കെ തന്നെയാണ്. പിന്നെ കഞ്ചാവിൻ്റെ സ്ഥലങ്ങൾ, കഞ്ചാവ് മരുന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ഇതിൻ്റെ 2 സൈഡിലും വരും. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാനൊക്കെ പറ്റും. ചില ഭാഗങ്ങളൊക്കെ വരുമ്പോൾ ഗേൾ ഫ്രണ്ട്സിനൊക്കെ കിട്ടും. ഇവിടെ നമുക്കിങ്ങനെ വല്ല ആളുകൾക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ട് ഗേൾ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ഒരു ഈവനിങ് തൊട്ട് പിറ്റേ ദിവസം വരെ ഒരു ആളുകൾ അങ്ങനെയൊക്കെ എടുക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ രാത്രിക്കും ആളുകളെ കൊണ്ടുപോകാനും അങ്ങനെയൊക്കെ ആയിട്ട് പെൺകുട്ടികളൊക്കെ നമ്മുടെ 2 സൈഡിലും അങ്ങനെ നിൽക്കുന്നുണ്ടാവും ഈ ഒരു വാക്കിംഗ് സ്ട്രീറ്റ്. അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് ഇവൻറ്റുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ മസാജിങ് സെൻറ്ററുകൾ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ 2 സൈഡിലും വരുന്നുണ്ടാവും. നല്ല രീതിയിൽ നടക്കുന്ന മസാജിങ് സെൻറ്ററുകളും ഉണ്ട്. അതേപോലെ തന്നെ മോശം രീതിയിൽ നടക്കുന്ന മസാജ് സെൻറ്ററുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാണാൻ പറ്റും. പഞ്ചാബിൻ്റെ ഏരിയകൾ അതേപോലെ തന്നെ ഈ ഒരു സ്ട്രീറ്റിൽ നമുക്ക് നല്ല തിരക്ക് കാണാനായിട്ടും പറ്റും. ഈ ഒരു സ്ട്രീറ്റ് വൈകുന്നേരം ഒരു 7 മണി തൊട്ട് നല്ല തിരക്കുമാണ്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ആളുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ട്രീറ്റിൽ ആ ഒരു സമയത്തുണ്ട്. പട്ടായയിൽ വരുന്ന ആരും ഇവിടെ ഈ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് കാണാൻ പോകുന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനൊക്കെ ഇവിടേക്ക് വരുമ്പോൾ അതിന് മുമ്പേ തന്നെ പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിന് നിർബന്ധമായും പോകണം എന്നൊക്കെ ആളുകൾ പറഞ്ഞിരുന്നു. വാക്കിംഗ് സ്ട്രീറ്റ് ഒരിക്കലെങ്കിലും അവിടെ പോയിട്ടൊന്ന് അതൊന്ന് പോകണം, എന്തായാലും മിസ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെയാണ് ഇവിടെ അത്യാവശ്യം നല്ല രസമാണ് കാണാനൊക്കെ. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക, ആവശ്യമില്ലാത്തതൊക്കെ കളയാം. അങ്ങനത്തെ ഒരു രീതിയിൽ നടന്നാൽ മതി. അങ്ങനെ നടക്കുമ്പോൾ നല്ല രസമാണ് കാണാനൊക്കെ ആയിട്ട്. നമ്മൾക്ക് സിനിമയിലും മറ്റ് വീഡിയോസിലും കാര്യങ്ങളൊക്കെ കണ്ട പോലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ യൂട്യൂബിലൊക്കെ ഇതിന് മുൻപും കണ്ടിട്ടുണ്ടാവും വാക്കിംഗ് സ്ട്രീറ്റിനെ പറ്റിയിട്ടും അങ്ങനെയുള്ള വിശേഷങ്ങളും. അതേപോലെ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് ഇങ്ങനെ അനുഭവിക്കാൻ പറ്റിയൊരു സംഭവം കൂടിയാണ് നമ്മൾ ഈ ഒരു വാക്കിംഗ് സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ. അത്യാവശ്യം ബ്യൂട്ടിഫുള്ളാണ്. നമ്മുടെ 2 സൈഡ് നോക്കുമ്പോഴാണെങ്കിലും നമുക്കൊരു കുറേ ഡാൻസ് ബാറുകളും പിന്നെ അതുപോലെ തന്നെ പബ്ബുകളും നല്ല സൗണ്ടിൽ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവിടെ ഡാൻസും കളിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുക. ഇതൊരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് ഈ ഒരു വാക്കിംഗ് സ്ട്രീറ്റ്. അതേപോലെ തന്നെ വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ കൂടെ ബസ്സുകളും കാര്യങ്ങളും ഒന്നും പോകുന്നുണ്ടാവില്ല, അതൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം പിന്നീട് മോർണിംഗ് ഒക്കെ ആകുമ്പോൾ അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ചെയ്യുക. ഇതും വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ഭാഗമല്ല. നമ്മളിപ്പോൾ വീഡിയോയിൽ കൊണ്ടുകൊണ്ടിരിക്കുന്നത് വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ഭാഗമല്ല. ഇതിൽ ബൈക്ക് പോകുന്നതൊക്കെ കാണാം. ഇതൊക്കെ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോകുന്ന വഴിയുള്ള കാര്യങ്ങളാണ്. ഇതിൽ ബൈക്കും കാറുകളൊക്കെ പോകുന്നുണ്ടെന്ന് തന്നെയുള്ളൂ. സമാനമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ 2 ഭാഗത്തും കണ്ടത് എന്താണോ അതേപോലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. പക്ഷേ ഇതിൻ്റെ റോട്ടിൽ കൂടെ വണ്ടികളൊക്കെ പോകുന്നത് കൊണ്ട് ആ ഒരു സംഭവം അല്ല എന്നുള്ളൂ, ഒരു വാക്കിംഗ് സ്ട്രീറ്റ് അല്ല എന്നുള്ളൂ. ഇവിടെയും നടക്കുന്ന കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഗെയിമുകളും കാര്യങ്ങളും, ഡാൻസ്, പാട്ട്, ബാറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്.
ഇതിൻ്റെ വഴിയിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ഒരു 7 മണിയോട് കൂടി തന്നെ ഈ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്കിങ്ങനെ പോകുമ്പോൾ കാണാം. പിന്നെ ഇവിടെ നിന്ന് ഒരു ബീച്ചിൻ്റെ ഒരു ഏരിയ ഉണ്ട്. ആ ബീച്ചിൻ്റെ ഏരിയയിൽ മുഴുവനും ഇതേപോലെ തന്നെ നമ്മളെ ഒരു ദിവസത്തേക്ക് പോകാനുള്ള അങ്ങനെയൊക്കെ കുറേ ആളുകൾ നിൽക്കുന്നുണ്ടാവും. പെൺകുട്ടികളൊക്കെ കാണാം. നമുക്ക് വലതുഭാഗത്തൊക്കെ ഈ ഒരു വീഡിയോൻ്റെ വലതുഭാഗത്ത് കാണുന്നതൊക്കെ അങ്ങനെയാണ്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളവർ വിളിക്കുകയൊക്കെ ചെയ്യും. നമ്മളെ അടുത്തേക്ക് ഇത്രയ്ക്ക് വേണമെങ്കിൽ വരാം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറേ ആളുകൾ വരുന്നുണ്ടാവും. ഇതൊക്കെ നമ്മൾ ഹോട്ടലിലേക്ക് പോകുമ്പോൾ കണ്ട കാഴ്ചകളാണ്. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പട്ടായയിലത്തെ രാത്രിയിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും ചെയ്തോളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.